അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ആരതെന്നറിയോ? നമുക്കൊക്കെ അറിയാം, ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ഇന്ന് നിലകൊള്ളുന്ന ജാസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയം കൂടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ അതിൽ പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴത്ത് തന്നെ ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മയെ, അതായത് ആ ജാസിയുടെ കൂടെയുള്ള ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കൂടെ കാണാനിടയായി. പടച്ചുറബ്ബെ, ആ ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ആലോചിച്ചു, പടച്ചുറബ്ബെ, ഓരോ ഉമ്മമാരും ഓരോ മക്കളെയും വളർത്തുമ്പോൾ, ഓരോ വാപ്പമാരും മക്കളെ പലതിനുമായിട്ട് വളർത്തിയെടുക്കുമ്പോൾ നൂറിക്കണക്കിന് നീറുന്ന ആഗ്രഹങ്ങൾ അവിടെ കൽബിനകത്തുണ്ട്. എന്തൊക്കെ ഉണ്ടാകുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരുടെ ജോലിയെക്കുറിച്ച്, അവരുടെ വിവാഹത്തെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഒരു ദാമ്പത്യ ജീവിതം, അല്ലേ? മക്കളുണ്ടാകുന്ന പേരമക്കൾ, അവരുടെ മക്കളുമായിട്ട് ഒത്തിട്ടുള്ളൊരു സന്തോഷ നിമിഷം, ഇതൊക്കെ ഓരോ വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്ന അവസ്ഥകളാണ്. ആ സമയത്താണ് എൻ്റെ പ്രിയമുള്ളവർ, ഈ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് നിൽക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ആ ഒരു സഹോദരൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആ ഉമ്മ സങ്കടത്തോടു കൂടെ പറയാണ്, എന്തൊരു നല്ല മോനായിരുന്നു എൻ്റെ മോന് എന്നറിയോ, നല്ല കുട്ടിയായിരുന്നു എൻ്റെ മോന്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. വാപ്പയോടും ഉമ്മയോടൊക്കെ വല്ലാത്ത സ്നേഹമുള്ള ഒരു മകനായിരുന്നു. ഇപ്പോൾ വാപ്പാക്ക് ക്യാൻസർ രോഗം പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ജ്യേഷ്ഠൻ ചോദിക്കുകയാണത്രേ, എടാ പൈസ വേണമെന്ന്, അല്ലെങ്കിൽ വാപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരെ ഈ ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരട്ട് കൊടുത്തിരുന്നു. പക്ഷേ ജാസി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ നിന്ന സമയം മുതൽക്ക് അവിടേക്ക് വീട്ടിലേക്ക് വരുന്ന വിഷയത്തിൽ, അതേപോലെ പൈസ അയക്കുന്ന വിഷയത്തിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് പോവുകയാണ്, പടച്ചുറബ്ബെ, നമ്മുടെയൊക്കെ മക്കളെ എത്രത്തോളം സ്നേഹം കൊടുത്തിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്, എത്രത്തോളം നല്ല രൂപത്തിലാണ് നമ്മളൊക്കെ വളർത്തിയെടുക്കുന്നത്. അവരൊക്കെ ഇന്ന് നമ്മളെ അവഗണിച്ച് ഇതുപോലെ അവരൊക്കെ ചെയ്താൽ, നമ്മെ ഇട്ടു പോയാൽ നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ കൽബിനകത്ത് വിഷമങ്ങളുണ്ടെന്നറിയോ? ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മാതാപിതാക്കൾ, ചില കുട്ടികളൊക്കെ അവർ പറഞ്ഞത് കേൾക്കാതുമ്പോൾ, വീട്ടിലേക്ക് വേണ്ട സമയത്ത് വരാതിരിക്കുമ്പോൾ, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല രക്ഷിതാക്കളും എന്നെ സമീപിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഓരോ രക്ഷിതാക്കളുടെ കണ്ണിലും കണ്ണുനീരായിരിക്കും. നിസ്സാര കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ സമയത്തവൻ പറഞ്ഞത് വീട്ടിലേക്ക് വരുന്നുണ്ടായില്ല, പറഞ്ഞത് കേൾക്കുന്നുണ്ടാകില്ല, ഉമ്മയോട് സ്നേഹം ഉണ്ടാവില്ല, ആ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും. ഇങ്ങനെ പെരുമാറുന്ന സമയത്തൊക്കെ ഓരോ ഉമ്മമാർ സങ്കടം പറയുമ്പോൾ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ആ സമയത്താണ് ഇത്രത്തോളം വലിയ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് ഒരു മകൻ അകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഉമ്മാൻ്റെ കണ്ണുനീര് എത്രത്തോളം ആയിരിക്കും, അല്ലേ? ഇന്ന് സമൂഹത്തിൽ നമുക്ക് അവരെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സ്വഭാവമുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ അവഗണിക്കുകയോ മോശം സംസാരങ്ങൾ സംസാരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതല്ലല്ലോ നമ്മുടെ ഒരു ദീനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളുണ്ടാകും. അത് പടച്ച റബ്ബ് കൊടുക്കുന്നൊരു വൈകല്യമാണല്ലോ. പക്ഷേ ആ ഉമ്മാൻ്റെ ഓരോ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണു നിറഞ്ഞു പോയി. ഇന്നും സോഷ്യൽ മീഡിയ എടുത്താൽ നമുക്ക് ആ ഉമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ആ ഉമ്മ പറയാണ്, എൻ്റെ മകൻ അവനെ ഒഴിവാക്കിയിട്ട് വന്നാൽ എൻ്റെ മകനെ ഞാൻ അംഗീകരിക്കും. ഇത്രയും തെറ്റ് ചെയ്തിട്ടോ ആ ഉമ്മ പറയുന്ന വാക്ക്, എൻ്റെ മകനെ തിരിച്ചു വന്നാൽ ഞാൻ അവനെ അംഗീകരിക്കും. കാരണം അത് അവൻ എടുത്തിട്ടുള്ള തീരുമാനം ഒരു പെണ്ണല്ലല്ലോ, നമ്മളതല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ആ ഉമ്മ പറയാണ്, ജാസി എന്നെ തെറി വിളിക്കാറുണ്ട്, എന്നെ ചീത്ത പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ ആഷിഖിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് അവനാണ് ഫോൺ എടുക്കുക, എന്നിട്ട് അവന് പല രൂപത്തിൽ എന്നെ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് പിന്നെ ആ ഉമ്മ പറയാണ്, എൻ്റെ ഫോൺ മേടിച്ച് അത് അവന് കട്ടാക്കും. എന്നിട്ടോ അവന് അല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, എൻ്റെ മകനെ ഞാൻ വിട്ടു തരില്ല, ആ രൂപത്തിൽ സംസാരിക്കുമെന്നൊക്കെ ഉമ്മ സങ്കടത്തോടെ കണ്ണീരോടെ പറയാണ്. എൻ്റെ പ്രിയമുള്ളവർ, ഈ ജാസി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ ഉമ്മ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ പല സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരോട് നമുക്ക് പറയാണ്ട്, എന്തറിയോ നിങ്ങൾ, പിന്നെ അദ്ദേഹം പറയാറുണ്ട്,
പരിശുദ്ധമായ ദീനിൽ ഇങ്ങനത്തെ ഒരു വിഷയം, ഇങ്ങനത്തെ ഒരു വിഭാഗത്തെ റസൂലുള്ളാഹിക്ക് ശപിക്കാൻ കഴിയും? എപ്പോഴും ഏത് ഇൻ്റർവ്യൂ എടുത്താലും ഒക്കെ പറയുന്ന വാക്കാണത്. റസൂലുള്ള ശപിച്ചു എന്ന്, ട്രാൻസ്ജെൻഡറുകളായിട്ട് റസൂലുള്ള ശപിച്ചു എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് അങ്ങനെ കഴിയുമോ, അങ്ങനെ പറ്റുമോ എന്നുള്ളത്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ആ വാക്ക് പറയുന്നത് എന്നറിയില്ല. ഏത് ഇൻ്റർവ്യൂ എടുത്താലും ഈ ചെറുപ്പക്കാരൻ അതിനകത്ത് പറയുന്നൊരു വാക്കാണ്, നീ റസൂലുള്ളാഹിനെ കുറിച്ചൊന്ന് ശരിക്കും പഠിക്കറ് ജാസി, നീ അതിനെക്കുറിച്ച് റസൂലുള്ളാഹിനെ കുറിച്ചിട്ടൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. റസൂലുള്ളാഹി എല്ലാവരും കാരുണ്യമുള്ളതാണ്. ഇത് കൊച്ചു കുട്ടിയോട്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും ആ കുട്ടി പറയും റസൂലുള്ളാഹി ആരായിരുന്നു, റസൂലുള്ളാഹി എന്താണെന്നുള്ളത്. അപ്പോൾ ആ റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ പലതുണ്ടെങ്കിൽ അത് പഠിച്ച് അതിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നീ കാണിക്കുക. നീ തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടല്ലോ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമൂഹം ഇങ്ങനെയാണ്, കീമയിൽ മറിക്കപ്പെട്ടവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പടച്ച റബ്ബ്, അതൊക്കെ എനിക്കറിയട്ടോ എന്ന് വലിയ അഭിമാനത്തോടു കൂടെ പറയുന്നുണ്ടല്ലോ. നീ ഒന്ന് മനസ്സിലാക്കണം, അങ്ങനെ നീ അഭിമാനത്തോടു കൂടെ വല്ല സംഭവമായിട്ട് നീ അത് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റബ്ബ് അനുഗ്രഹമായിട്ട്, നമുക്ക് പാഠങ്ങളായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്, നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാകരുത്. അങ്ങനത്തെ വൈകല്യ ചിന്തകളുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് റബ്ബ് നൽകുന്നൊരു പാഠമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പല രൂപങ്ങളിലായിട്ട് ഈ വിഷയത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഗൗരവമേറിയ വിഷയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കീമേൽ മറിച്ചൊരു വിഭാഗം എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു ഭൂമിയുടെ ഭാഗത്തെ പിടിച്ച് പൊക്കിയിട്ട് അല്ലാഹു തആല, നമ്മൾ ഈ ദോശ ചുടുമ്പുണ്ട് തിരിച്ചിട്ടൊരിടലുണ്ട്, അതുപോലെ അല്ലാഹു തആല ഭൂമി ഭാഗത്തെ മറിച്ചിരിക്കുകയാണ് എന്നാണ്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിഭാഗത്തിൽ കുറഞ്ഞ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അല്ലേ. മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹു തആല അവിടെ നിന്ന് അവരെ ശിക്ഷിക്കപ്പെടുത്തുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുമ്പോൾ പറയുന്നുണ്ട്, എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത് കേട്ടോ അല്ലേ. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെ നമുക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിലേക്ക് മലക്കുകൾ വന്നത് നല്ല സുന്ദരന്മാരായിട്ടുള്ള ചെറിയ കുട്ടികളുടെ രൂപത്തിലാണ്. അങ്ങനെ പല രൂപങ്ങളിലായിട്ട് സുന്ദരന്മാരായിട്ട് വന്നപ്പോൾ അവിടുന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഈ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ലൂത്ത് നബിൻ്റെ ഭാര്യ ഇത് കണ്ടു. ലൂത്ത് നബിൻ്റെ ഭാര്യയ്ക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ, മറ്റുള്ളവരെ ഒരു കൂട്ടിക്കൊടുക്കുന്ന ഒരു സംസാരം അല്ലേ. ആ സമയത്താണ് ഇത് വന്നപ്പോൾ ലൂത്ത് നബിൻ്റെ ഭാര്യ വെല്ല പോയിട്ട് അവിടുത്തെ ഈ സ്വഭാവമുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് സുന്ദരന്മാരായ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്, ആളുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇവർ വളഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തിന്? ഈ കുട്ടികളെ വേണ്ടാധീനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് പിന്നെ സുഖത്തിന് വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ആ സമയത്താണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മലക്കുകളാണ് ഇവർ വന്നിട്ടുള്ളത്. ലൂത്ത് നബിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് വേഗം രക്ഷപ്പെടാൻ, വിശ്വാസികളും നിങ്ങളും നിങ്ങൾ തിരിഞ്ഞു നോക്കി, എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത് എന്നല്ലേ. അങ്ങനെ പോരുന്ന സമയത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ അവിശ്വാസിയായിരുന്നു. ഒരു പുറമ്പ് വിശ്വാസം നടിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ആ സമയത്ത് നോക്കൂ നിങ്ങൾ, ലൂത്ത് നബിയുടെ ഭാര്യ കല്ലിൻ്റെ പ്രതിമയായിട്ട് മാറി എന്നുള്ളതാണ്. ഇന്നും നമുക്കതൊരു അവിടെ പ്രതിമയായിട്ട് പല രൂപങ്ങളിലുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല ചരിത്രകാരന്മാർ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഇത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഒരു പ്രതിമയുടെ രൂപം അല്ലെ പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു കല്ലിൻ്റെ പ്രതിമയായിട്ട് നിന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവർ, അത്രത്തോളം ഗൗരവം ആ സമൂഹവും മുസ്ലിം സമൂഹവും ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. വലിയ സംഭവമായിട്ട് റസൂലുള്ളാഹിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് ജാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാസി, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, റസൂലുള്ള പറഞ്ഞിരുന്നൊരു കാര്യം അതിനെ വളച്ചൊടിക്കുക, അതില്ല എന്ന രൂപത്തിൽ നിൽക്കുന്നത് തന്നെ തെറ്റാണ്. റസൂലുള്ളാഹിനെ അവിശ്വസിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ്. റസൂലുള്ള പറഞ്ഞൊരു കാര്യത്തെ ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകല്. എന്തിനാണ് ഈ സമൂഹത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് 100% ഈ സമൂഹത്തിന് മുഴുവനും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് ഈ തെറ്റിനെ ന്യായീകരിക്കുന്ന സ്വഭാവം നിങ്ങൾ നിർത്തുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സ് നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെ കണ്ണുനീര് ആ ഒരു 2 ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇരുലോകവും നഷ്ടപ്പെട്ടു പോകും.
ആ രൂപത്തിലേക്കാണ് ഉമ്മയുടെ അവസ്ഥ. ഈ ആശിക്കൊന്ന് മനസ്സിലാക്കണം, മോനെ നീ ഉമ്മാൻ്റെ മഹത്വം പഠിക്ക്. ഉമ്മാൻ്റെ കണ്ണുനീരെന്ന് പറഞ്ഞാൽ വല്ലാത്ത കണ്ണുനീരാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ഉമ്മ പറയണം, ഒരു ഫംഗ്ഷന് പോയാൽ, ഒരു കല്യാണത്തിന് പോയാൽ എന്താണ് ആശിക്ക് ഇങ്ങനെയെന്ന് ചോദിച്ച് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണമെന്നറിയാതെ കണ്ണ് നിറഞ്ഞു പോകണമെന്ന് ആ ഉമ്മ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഉമ്മയുടെ വേദനകൾ എത്ര ഉണ്ടാകും. ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്, ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവൻ ഇങ്ങനെ, എന്താണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉമ്മ അത് കേൾക്കുമ്പോൾ, ആ ഉമ്മയോട് ചോദിക്കുമ്പോൾ എത്രത്തോളം വിഷമം ആ ഉമ്മയുടെ മനസ്സിനകത്തുണ്ടാകും. മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കും അല്ലേ ഉമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ. വാപ്പയ്ക്ക് ചില സമയത്ത് അത്രത്തിന് ടെൻഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ ഉമ്മയുടെ അവസ്ഥ അങ്ങനെയല്ല. ഉമ്മാൻ്റെ മുഖത്ത് നോക്കി ആ കണ്ണുനീര് കണ്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് പോകാൻ ആ ചെറുപ്പക്കാരന് കഴിയുന്നത് എന്നാണ് അറിയാൻ കഴിയാത്തത്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഉമ്മയെന്ന് പറയുന്നത് സ്വർഗമാണ് നമുക്ക്. ആ ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ച, ആ ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചാൽ, ആ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാതിരുന്നാൽ, ഉമ്മ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ, ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു രൂപത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ വലിയ അപകടമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ഇരുലോകവും നമുക്ക് നഷ്ടപ്പെടും. ഉമ്മയെ ബഹുമാനിച്ചത് കൊണ്ട് ഏറ്റവും ഉന്നതിയിലേക്ക് കടന്നുപോയ മഹാന്മാരുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. ആ മഹാനെ കുറിച്ചിട്ട് പരിശുദ്ധ ദീനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാലഘട്ടത്തിലൂടെ ഹജ്ജിന് വരുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ആളുണ്ട്. ഇന്നാലിന്ന അടയാളം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ കൂടെ ദ്വാരിപ്പിക്കണം കേട്ടോന്ന് അല്ലേ. ഇത് പറയാനുള്ള കാര്യം എന്താണ്? അത് ഉമ്മയൊക്കെ ഖിദ്മത്ത് ചെയ്തതിൻ്റെ മഹത്വമാണ്. ഫദ്ല് തങ്ങളെ ഒരു ചരിത്രമുണ്ട്. ഉമ്മാനെ ധിക്കരിച്ചിട്ട് ഹജ്ജിനാ പോയത്. ഉമ്മ പോണ്ടെന്ന് പറഞ്ഞു, മൂപ്പര് ഹജ്ജിന് പോയി. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ഹജ്ജിന് വേണ്ടി പോയി. ആ സമയത്തും ആ മകൻ്റെ ജീവിതത്തിൽ കൈകാലുകളൊക്കെ മുറിക്കപ്പെട്ട രീതിയിൽ, കണ്ണ് ചുഴിന്നെടുക്കപ്പെട്ട രീതിയിൽ അവസാനം ആ ഉമ്മയുടെ മുമ്പിലേക്ക് ഇട്ട ഒരു സംഭവമുണ്ട്, ചരിത്രമുണ്ട്. വളരെ വിശാലമായ ചരിത്രം. അത് ഉമ്മയെ ധിക്കരിച്ചാലും ഉമ്മയെ സ്നേഹിച്ചാലും നമുക്ക് അത് നന്മയും, അതുകൊണ്ട് നമ്മൾ ഉമ്മാനെ ഉപദ്രവിക്കുന്നതുകൊണ്ട്, വേദനിപ്പിക്കുന്നതുകൊണ്ട് വലിയ ശർറും നമ്മളിലേക്ക് എത്തപ്പെടുമെന്നൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ. ആഷിഖ് എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു ബോധം കൊടുക്കട്ടെ. ജാസി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അള്ളാഹു തആല ബോധം കൊടുക്കട്ടെ. നന്മയിലേക്ക് തിരിച്ചു വരാൻ രണ്ടുപേർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു നന്മയിലാക്കട്ടെ. ലൂത്ത് നബിയുടെ സംഭവം ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാന്മാർ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമത്രേ, ഞാൻ നിങ്ങളെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സമൂഹത്തെ, ആ ചെയ്ത തെറ്റിനെ നിങ്ങളിൽ ഞാൻ ഭയക്കുന്നു എന്ന് അവിടെ നിന്ന് ഇങ്ങനെ നിരന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞതായിട്ട് അവിടുന്ന് ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നിങ്ങളിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്നും മുത്തുനബി അവിടുന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.